ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കോഴി മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ സവോള വഴറ്റിയെടുക്കുകയാണ്. സവോള വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതിൽ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് വേഗം നമ്മൾ ചോറും ഇതൊക്കെ റെഡിയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള ഇട്ടിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് തലശ്ശേരി ദം ബിരിയാണി ഉണ്ടല്ലോ, നമ്മൾ സവോള നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് അത് പൊരിച്ചതും കൂടി ഇട്ടിട്ടുണ്ടാക്കുന്ന ബിരിയാണി, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സവോള നല്ലോണം വഴറ്റി ഇട്ടിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരി എടുക്കട്ടെ. അങ്ങനെ ആ സവോളയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ബിരിയാണിക്ക് ചതച്ചെടുക്കുകയാണ്. ഇതൊക്കെ ഒന്നിച്ചെടുത്ത് കണ്ടാട്ടോ ഞാൻ ചതക്കുന്നത്. സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചതച്ചെടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ സെപ്പറേറ്റ് വേറെ ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഒക്കെ ഒന്നിച്ചിട്ട് വേണ്ടാട്ടോ ചതച്ചെടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ചിക്കനക്ക് നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ ബിരിയാണി മസാല ഉണ്ടല്ലോ, അതൊക്കെ ചേർത്തെടുത്തിട്ടാണ് കേട്ടോ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഇതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സവോള വഴറ്റിയിട്ടുള്ള ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ചിക്കനും പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാക്കുന്നത് ചിക്കനൊക്കെ ഏകദേശം പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചെടുത്തതിന് ശേഷം ഞങ്ങൾ ഇതാക്കുന്നത് വേഗം മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവോള നന്നായി വഴറ്റിയതിന് ശേഷം ഇതാക്കണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ പൊടികളും മസാലപ്പൊടികളും ഇട്ട് കൊടുത്തിട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ നന്നായി വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിച്ചപ്പ്, പുതിന, പിന്നെ തൈര് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതാക്കണം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഉരുന്ന് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മസാല നമ്മളത് റെഡി ആയിട്ടുണ്ട്, ബിരിയാണിക്കുള്ള മസാല. ഇനി ഞാൻ വേഗം നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാക്കണ പട്ടിയും പൂവും ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കുന്ന കുറച്ച് സവോള ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ അവിടെ ഇതാക്കണ ഓളിക്സ് ഉണ്ടാക്കുന്നുണ്ട്, അത് വരാനായിട്ടുണ്ട്. നമുക്ക് വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ, വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അപ്പോഴേക്കും ഇതാക്കണ് ചോറ് റെഡിയാക്കട്ടെ. ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ടാണ് കേട്ടോ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാക്കണ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ ഇതാക്കണ ഇതിലേക്ക് ഞങ്ങൾ ഇതാക്കണ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നാരങ്ങനീരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ അടച്ച് വെക്കുകയാണ്. ഉപ്പൊക്കെ നോക്കി പാകമാണ് നമ്മൾ അടച്ച് വെക്കുക കേട്ടോ. ഒരു 2 വിസിൽ അത് അടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല പിന്നെ ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം വെന്ത ചിക്കൻ അല്ലേ, നമ്മൾ പൊരിച്ച് കോരി എടുത്തതല്ലേ. അപ്പോൾ ഇതാക്കണം ഞാൻ ഇതിലേക്ക് നെയ്ച്ചോറൊക്കെ ഇട്ട് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാക്കണ പെരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇനി നമുക്ക് അടിച്ചൊരു തുടച്ചെടുക്കാനുണ്ട് കേട്ടോ. അവർ കുറച്ച് കഴിയുമ്പോഴത്തേനെത്തും. അപ്പോൾ പണികളൊക്കെ തിരക്കിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം എന്തിനോ ഒന്ന് മോൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതാക്കണം ഉമ്മ ഇവിടെ പാത്രം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി വേഗം അടിച്ചു വാരി തുടച്ചിടട്ടെ. അങ്ങനെ നമ്മൾ അടുക്കളയിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടിച്ച് വാരിയിട്ട് കണ്ട് തുടച്ചെടുക്കട്ടെ.
അങ്ങനെ നമ്മളെ വിരുന്നാർ വരുന്നുണ്ട് കേട്ടോ. മൂത്തന്മാരാണ്, ഉമ്മാൻ്റെ ഏട്ടത്തികളാണ് കേട്ടോ. ഉമ്മാൻ്റെ ഏട്ടത്തിയാളും മനസ്സിയാളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് എങ്കു പുറത്തന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഇപ്പോൾ അവരെത്തിയിട്ടുണ്ട്. അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ചു. പിന്നെ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ എല്ലാവരും എടുത്ത് മാങ്ങയൊക്കെ കഴിച്ചു. മാങ്ങയും തേങ്ങയൊക്കെ ഒരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഇതാക്കണ നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ബിരിയാണി. ഇതാണ് നമ്മളെ ബിരിയാണിത്തെ റൈസ്. ഞാൻ ഇതിലേക്ക് വിളമ്പിങ്ങാണ്ട് പ്ലേറ്റിലാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. അവരവിടെ ഇരിക്കുന്നുണ്ട്, വർത്താനം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ വർത്താനം പറയണൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ എനിക്ക് ചോറൊക്കെ കൊടുക്കട്ടെ. പിന്നെ ഞങ്ങൾ 3 മണി 4 മണി ആയപ്പോൾ കുറച്ച് പായസം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതാക്കണ പായസമൊക്കെ എല്ലാവരും കുടിച്ചു. ഇനി ഇവരൊക്കെ പോവുകയാണ് കേട്ടോ. എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ ഇവരൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.